എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഇന്ന് പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ്. ഒരാൾക്ക് നമ്മുടെ പ്രഷർ വാഷറിൽ ഷോക്കടിച്ച് ദാരുണമായൊരു മരണം സംഭവിച്ചു. ഈ വർഷം തന്നെ എനിക്കൊന്ന് 2-3 പേർക്ക് ഇങ്ങനെ സംഭവിച്ചതായിട്ട് നമ്മൾ വാർത്ത കണ്ടു. ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോയാണ്. നമ്മളെപ്പോഴും നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു പവർ പ്ലഗും അതുപോലെ തന്നെ നമുക്ക് എർത്തും MCB വേണമെങ്കിൽ MCB അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇച്ചിരി കാശ് ആവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനേക്കാളും വലുതല്ലല്ലോ. ഇപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്തേക്കെന്നുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്നോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ പ്രഷർ വാഷർ ഇതുപോലെ നിലത്ത് തൊടാതെ ഇച്ചിരി പൊക്കിയാണ് വെച്ചേക്കുന്നത്. അത് ഈ മോഡൽ പ്രഷർ വാഷർ മാത്രമല്ല, ഇത്രയും പൊക്കി വെക്കണമെന്നില്ല. അത് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊക്കി വെച്ചേക്കുന്നത്. ഒരു സ്വല്പം കൂടെ നിലത്ത് മുട്ടാത്ത രീതിയിൽ ഒന്ന് ഒതുക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ നമ്മൾ വെള്ളം തെറിക്കാതെ ഫ്രണ്ടിലൊരു സ്പ്ലാഷ് ഗാർഡൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ പവർ വാഷ് നനയാതെയും മറ്റേന്ന് കറണ്ട് ഫ്ലോ ചെയ്യാതെയൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി വാഷ് ചെയ്യാൻ പറ്റും. ഞാനിതുപോലെ എർത്തൊക്കെ കൊടുത്ത് 16 ആംപിയറിൻ്റെ 3 പിൻ പ്ലഗൊക്കെ ഉള്ള ഒരു പവർ വാഷാണ് എൻ്റേത്. അപ്പം ഞാൻ ഇതുപോലത്തെ പവർ വാഷ് ഉപയോഗിക്കാനുള്ള മെയിൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വണ്ടി കഴുകുമ്പോൾ നമുക്കൊരു രീതിയിലൊരു പ്രശ്നം വരാതിരിക്കണം എന്നോർത്ത് തന്നെയാണ്. ഞാനിതിന് MCBയും വെച്ചിട്ടുണ്ട്, അതുപോലെ ELCBയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളൂ. അതുപോലെ നമ്മൾ പ്രഷർ വാഷർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഒരു എർത്തിങ്ങിൻ്റെ കണക്ഷനും കൂടെ ഉള്ള ടൈപ്പ് മേടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരാതെ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ കട്ട് ഓഫ് ആയി പോകുന്ന രീതിയിൽ ഇതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും വയറ് അഴിച്ച് നിലത്തൂടെ ഇടലിൽ ഇതുപോലെ ചുറ്റി വെക്കുക. അതുപോലെ നമ്മൾ ഈ പ്രഷർ വാഷറിലുള്ള വെള്ളത്തിൻ്റെ ഇൻലെറ്റ് അത് എപ്പോഴും ലീക്കേജ് ഇല്ലാത്ത രീതിയിൽ തന്നെ പിടിപ്പിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതും ഒരു വിഷയമാണ്. നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ഗണ്ണലോട്ടുള്ള ഓസ് ഒരു 10 മീറ്റർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ചുറ്റും നടന്ന് സുഗമമായിട്ട് കഴുകാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രഷർ വാഷർ വെറുതെ വലിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വയർ വെള്ളത്തിൽ കൂടെ വീണിട്ട് അത്രയും വല്ല ലീക്കേജും ഉണ്ടായിട്ട് നമുക്ക് ഷോക്ക് അടിക്കുന്ന ഇത് ഒഴിവായി കിട്ടും. നമ്മുടെ ആയുസിന് വില പറയുകയില്ല പ്രഷർ വാഷർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.